സത്യത്തിൽ വലിയ നാണക്കേട് തോന്നുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പല പ്രസ്താവനകളും നിലപാടുകളും ഇന്ത്യക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ്. കാരണം അദ്ദേഹം 144 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താലും, ഒന്ന് മൂളിയാലും, ഒന്ന് തിരിഞ്ഞാലും മറിഞ്ഞാലും, എന്ത് പറഞ്ഞാലും അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ വരുന്നൊരു കാര്യമാണ്, മഹാത്മാഗാന്ധിയെ ആറ്റൻബറോവിൻ്റെ ഗാന്ധി ഫിലിമോടുകൂടിയാണ് ലോകം അറിഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലോകം എവിടെയാണ്? ആറ്റൻബറോ ജനിക്കുന്ന 1923 അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നത് ഏതാണ്ട് 60 കൊല്ലം കഴിഞ്ഞ് 1982. അപ്പോഴേക്ക് ഗാന്ധി എന്തായെന്ന് വിചാരിച്ചാൽ 1888 ഗാന്ധി ലണ്ടനിലേക്ക് പഠിക്കാൻ പോകും. അതിനു മുമ്പേ തന്നെ ഗാന്ധി ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. എന്താ കാരണം? പോർബന്തറിലെ ദിവാൻ കാബ ഗാന്ധിയുടെ മകനാണിത്. പിന്നെ അന്നൊക്കെ ബിലാത്തിയിൽ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രദ്ധ കിട്ടുന്നതാണ്. അവർ വലിയ കുടുംബമാണെന്നേ, വളരെ സമ്പന്ന കുടുംബം, വലിയ മേൽജാതി എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ആൾ, അവരൊക്കെ വലിയ വിദ്യാസമ്പന്നന്മാർ. അങ്ങനെ അല്ലാതെ ഒരാൾ ഇപ്പോൾ ലണ്ടനിൽ പഠിക്കാൻ പോകില്ലല്ലോ ആ കാലത്ത്. അത് കഴിഞ്ഞ് 1893 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു. അവിടെ പോകുന്ന ഒരു കേസ് വാദിക്കാനാണ് അബ്ദുള്ള സേട്ടിൻ്റെ. പക്ഷേ അവിടുത്തെ ഇന്ത്യക്കാരുടെ ദുരിതങ്ങൾക്കെതിരായിട്ട്, അവിടുത്തെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്ക, അവിടെയാണ് ഗാന്ധി പണിയെടുക്കുന്നത്. ആ കാലത്ത് തന്നെ അദ്ദേഹം അതിപ്രസിദ്ധനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ടോൾസ്റ്റോയ്ക്ക് അവർ തമ്മിൽ കണ്ടിട്ടില്ല, ടോൾസ്റ്റോയ്ക്ക് അറിയുന്ന ഒരാളെ ഗാന്ധി. അപ്പോൾ അവിടെ അദ്ദേഹം സ്ഥാപിക്കുന്ന എന്താണ്? ടോൾസ്റ്റോയ് ഫാമാണ്. പിന്നെ ഇന്ന് നരേന്ദ്രമോദി ഈ അബദ്ധം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഗാന്ധിയുടെ ജീവചരിത്രം ആദ്യം എഴുതിയതൊരു സൗത്ത് ആഫ്രിക്കക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ജോസഫ് ഡോക്ക് എന്നാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാതിരിയാണ്. ഗാന്ധിയുടെ അവിടുത്തെ പ്രവർത്തനങ്ങളോട് തോന്നിയ ബഹുമാനം കൊണ്ടാണ് പാതിരി ആ പുസ്തകം എഴുതുന്നത്. 1919 വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഗാന്ധി ഇവിടെ മടങ്ങിയെത്തുന്ന 1915. അപ്പോൾ പിന്നെ ആരോടെ ഇതൊക്കെ പറയുന്നത്? 1931 തൊട്ട് 1948 വരെ 5 തവണ നൊബേൽ സമ്മാനത്തിന് ഗാന്ധിയുടെ പേര് പരിഗണിച്ചിട്ടുണ്ട്. 5 വട്ടം നൊബേൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം വല്ലതും ആണോ? 5 വട്ടം വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പിന്നെ ആർക്കൊക്കെയാണ്? ഇപ്പോൾ 1931 ഗാന്ധി 2ാം വട്ടമേ സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടി ലണ്ടനിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരാളുടെ പേര് ജോർജ് ബെർണാഡ് ഷാ എന്നാണ്, വേറൊരാളുടെ പേരിൽ ചാർലി ചാപ്ലിൻ എന്നാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെപ്പറ്റി പുസ്തകം എഴുതുന്നത് റൊമൈൻ റോളൻഡ്, ഫ്രാൻസിലെ വലിയ തത്വചിന്തകനാണ് റൊമൈൻ റോളൻഡ്. അതിൻ്റെ പരിഭാഷ കേസരി ബാലകൃഷ്ണപിള്ള 1938 മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഗാന്ധി ജീവിച്ചിരിക്കുന്നത്, ഗാന്ധി മരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ്. പിന്നെ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇപ്പോൾ മാർസിനെ പറ്റിയും ഗാന്ധിയെപ്പറ്റിയും മലയാളത്തിൽ ആദ്യം ജീവചരിത്രം എഴുതുന്ന ആരാണ്? സ്വദേശാഭിമാനിയാണ്. അത് രണ്ടും 1912 വന്നു. 1912 വന്നു. അതായത് ആറ്റൻബറോ ജനിക്കുന്നതിൻ്റെയും 12 കൊല്ലം മുമ്പ് വന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആരാണ് ഗാന്ധി, എന്താണ് ഗാന്ധി? ഇപ്പോൾ എൻ്റെ കണക്കിന്, എൻ്റെ പരിമിതമായ ചരിത്രജ്ഞാനം വെച്ച് ഞാൻ പറയാണ്, ജീവിച്ചിരിക്കുമ്പോൾ ഗാന്ധിയോളം പ്രസിദ്ധനായിട്ട് ഒരു മനുഷ്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കലോട് പറയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിയോളം പ്രസിദ്ധിയുള്ള ഒരു മനുഷ്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഗാന്ധിയേക്കാൾ പ്രസിദ്ധനായ ഒരു ചരിത്രപുരുഷനുള്ളത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ മരിക്കുന്ന സമയം വരെ ആരും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നത് 33 പേരാണ്. അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആരാണ് ക്രിസ്തു എന്ന് അറിയാത്തത് കൊണ്ടാണ് പട്ടാളക്കാർ യൂദാസിനെ സമീപിക്കുന്നത്. ഞാൻ ആരെ ചുംബിക്കുന്നു അവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അടയാളം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ആരാണ് ക്രിസ്തു. അപ്പോൾ ഇവരിങ്ങനെ കുറേ ആൾ പോകുമ്പോൾ ആ കൂടുതൽ ആരാണ് ക്രിസ്തു എന്ന് പട്ടാളക്കാർക്ക് അറിയില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗാന്ധി എന്നും മാധ്യമങ്ങളുടെ നടുവിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി വന്ന പുസ്തകങ്ങൾ എനിക്ക് എണ്ണ അറിഞ്ഞൂടാ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 2,000-3,000 എണ്ണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ 10-75 കൊല്ലം കൊണ്ട്. അപ്പോൾ ഗാന്ധി അറിയപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെപ്പറ്റി ഇങ്ങനെ ഒരു അബദ്ധം ഗുജറാത്തുകാരനായ ഒരു പ്രധാനമന്ത്രി പറയാൻ വെച്ചാൽ എന്തൊരു കഷ്ടമാണ്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ലണ്ടനിലോ അല്ലെങ്കിൽ ബെർലിനിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ ചെല്ലുമ്പോൾ അവിടുത്തെ
നേതാക്കന്മാർ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഒക്കെ വന്ന് സ്വീകരിക്കുക, ടി വിയിൽ വാർത്ത വരിക, ഇതിനാണോ പ്രസിദ്ധി എന്ന് പറയുന്നത്? ഇതൊക്കെ ഈ സ്ഥാനം കഴിഞ്ഞാൽ പിറ്റേന്നില്ല. ഗാന്ധിക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല ഗാന്ധിക്ക്. ഗാന്ധി ജീവിക്കുന്ന എവിടെയാണ്? ആലോചിച്ച് നോക്കൂ, 1920 ആദ്യമായിട്ട് കേരളത്തിൽ ഗാന്ധി വരുന്നത്. കോഴിക്കോട്ടാണ്. കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. അന്ന് എന്താ പ്രശ്നം? നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒന്നിച്ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അന്ന് ഞാൻ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചത് അന്ന് 20,000 ആൾ അവിടെ പങ്കെടുത്തു എന്നാണ്. എവിടെ? കോഴിക്കോട് കടപ്പുറത്ത്. കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധി ആദ്യം കേരളത്തിൽ വരിക. അപ്പോൾ അന്ന് ആലോചിക്കേണ്ട കാര്യം, അന്ന് ഇവിടെ കോഴിക്കോട് റേഡിയോ ഇല്ല. റേഡിയോ വരുന്നത് പിന്നെയും 30 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മാതൃഭൂമി പത്രമല്ല, പിന്നെയും പത്രം ഉണ്ടാകുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ട് 1923 അല്ലമീനില്ല. അല്ലമീൻ ഉണ്ടാകും പിന്നെയും 4 കൊല്ലം കഴിയണം. എന്നിട്ട് അന്ന് ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യക്കകത്തും പുറത്തുള്ള സാധാരണ മനുഷ്യരോട് ആശയവിനിമയം നടത്തിയെന്നുള്ളത് ചരിത്രത്തിലെ ചരിത്രത്തിലെ വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. അത്ഭുതം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മലയാളികൾ എങ്ങനെ ഇയാളെ അറിയാം? ആർക്കാ അന്ന് ഹിന്ദി അറിയുന്നത്? ഇവിടെ ആർക്കാ കുറച്ചാൾക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ? ഇയാൾ വരുമ്പോൾ എങ്ങനെയാണ് ആൾ ഓടിക്കൂടുന്നത്? അന്ന് അദ്ദേഹം നടന്നുപോയ വഴിക്ക് കോഴിക്കോട്ടെ സാധാരണക്കാരും ഉപദേശിക്കാതെ ഇട്ട പേരാ ഗാന്ധി റോഡ്. മറ്റ് നാടുകളിലൊക്കെ മഹാത്മാഗാന്ധി എന്ന് റോഡിന് പേരിടും, എന്നിട്ട് അത് MG റോഡ് എന്ന് പറയും. പിന്നെ MG ആരാന്ന് ആർക്കും അറിയില്ല. കോഴിക്കോട്ട് അങ്ങനെയില്ല. കോഴിക്കോട് ഗാന്ധി റോഡുണ്ട്. അത് ഒരു മുനിസിപ്പാലിറ്റി, ഒരു ഗവൺമെൻറ് ഇട്ടല്ല, നാട്ടുകാരിട്ടതാണ്. ഞാൻ പറയുന്നത്, അന്ന് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെയും 3 പതിറ്റാണ്ട് മുമ്പ് ഈ കോഴിക്കോട്ട് ഗാന്ധിക്ക് ഇത്ര പ്രസിദ്ധി ഉണ്ടെങ്കിൽ പിന്നെ സൗത്ത് ആഫ്രിക്കയിലെയോ ലണ്ടനിലെയോ പാരീസിലെയോ ഒന്നും കാര്യം പറയേണ്ടതില്ല. അതുകൊണ്ട് പ്രസിദ്ധി എന്ന് പറയുന്നത് എന്താണ് എന്ന് നിർഭാഗ്യവശാൽ 10 കൊല്ലം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നിട്ട്, ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിൽ ഇരുന്നിട്ട് ഒരാൾക്ക് മനസ്സിലായില്ല എന്നുള്ളതിൽ വലിയ നാണക്കേട്, വലിയ സഹതാപം അർഹിക്കുന്ന ഒരു കാര്യമാണത്.